കേരളത്തിലെ ഉം. നിയമസഭാ മണ്ഡലങ്ങൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള 2 ജില്ലകളാണ് ആലപ്പുഴയും കോട്ടയവും. പിന്നെ ഇത്തവണ വളരെയധികം പ്രാധാന്യമുണ്ട് രാഷ്ട്രീയമായിട്ട്. കാരണം പലയിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്താ പറയണ കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതെ. കളം മാറി ചവിട്ടുന്നവരും അതുപോലെ വാർത്തയിൽ നിറഞ്ഞു നിന്ന ആൾക്കാരും അവരുടെയൊക്കെ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇതിൽ അതെ. ഹരിപ്പാട് വളരെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയാണ് മത്സരിക്കുന്നത്. അതെ. അതെ. ഒരു പ്രോസ്പെക്റ്റീവ് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ ഉള്ളതിൽ ഈ പറഞ്ഞ പോലെ സീനിയർ മോസ്റ്റ് അദ്ദേഹമാണ്. വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവ്. പിന്നെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് വിശ്വസ്തൻ. അദ്ദേഹമായിരുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പ്രധാന ചരട് വലിച്ചതൊക്കെ അദ്ദേഹമായിരുന്നു. അതെ. എങ്ങനെയാണ് ഈ ഈ ഹരിപ്പാട് അതുപോലെയുള്ള മണ്ഡലങ്ങളിൽ, തിരുവല്ല, ആറന്മുള ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ ഹരിപ്പാട് അതിനകത്ത് സംശയത്തിൻ്റെ ആവശ്യമില്ല. രമേശ് ചെന്നിത്തല തന്നെ അവിടെ ജയിച്ചു വരും. കാരണം വെച്ചാൽ രമേശിന് അവിടെ ഒരു നല്ല പുള്ളിയുടെ ഒരു ഒരു ബേസാണത്. കഴിഞ്ഞ പ്രാവശ്യം 48.3% വോട്ട് നേടിയിട്ടാണ് ജയിച്ചത്. അതായത് ഏതാണ്ട് 10% വോട്ടിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു CPM-ൻ്റെ സജിലാലുമായിട്ട്. അന്ന് BJP-യുടെ സ്ഥാനാർത്ഥി അന്ന് K. സോമൻ, അദ്ദേഹത്തിന് ഒരു 11.88% മാത്രമേ ഇവിടെ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും ശക്തനായ ഒരു BJP കാൻഡിഡേറ്റാണ് ഹരിപ്പാട് വന്നിരിക്കുന്നത്. സന്ദീപ് വാചസ്പതി. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ വാചസ്പതിയുടെ ചാനലിലൊക്കെ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഒരു ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ പണ്ട് ജേർണലിസ്റ്റ് ആയിരുന്നു. നന്നായിട്ട് സംസാരിക്കും. മാത്രമല്ല പിന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രസംഗം ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെ മലയാളത്തിലേക്ക് നല്ല ഒഴുക്കോടൊക്കെ പരിഭാഷപ്പെടുത്തിയും. ഇപ്പം മോഡിയുടെ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മോദിക്ക് അറിയാവുന്ന ഒരു ഫേസും നല്ല ഒരു പരിചയമുള്ളൊരു ഫേസും കൂടെയാണ് വാചസ്പതി. അപ്പോൾ വാചസ്പതി അവിടെ BJP-ക്ക് ഇടാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റാണ്. പക്ഷേ വാചസ്പതിക്ക് ഒരു പക്ഷേങ്കിൽ ചെങ്ങന്നൂർ മണ്ഡലമായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ ഒരു പക്ഷേങ്കിൽ വാചസ്പതി ചെങ്ങന്നൂർ മണ്ഡലം സ്വന്തമാക്കിയതിനായിരുന്നു ഒരു സാധ്യത കിടപ്പുണ്ട് അവിടെ. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നൊക്കെയുള്ള ചില ഈ സംശയങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ കുറച്ച് ബലപ്പെടുത്തുന്നത് അവിടെയാണ്. വാചസ്പതിയും ചെങ്ങന്നൂർ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് ഇങ്ങനെ നടന്നായിരുന്നു. പക്ഷേ അവിടെ സജി ചെറിയാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഡീലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സജി എന്ന് പറയുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡീലുണ്ടെങ്കിൽ സജിക്ക് ദോഷം വരാൻ സാധ്യതയുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഊഹാഭോഹങ്ങൾക്ക് കുറച്ചൊരു എൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കാൻ ഇട നൽകുന്നുണ്ട്. വാചസ്പതി അവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ BJP-യുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത് CPI-യുടെ TT ജിസ്മോനാണ്. അപ്പം രമേശ്, സന്ദീപ്, ജിസ്മോന് കഴിഞ്ഞ പ്രാവശ്യത്തെ CPM ആണ് മത്സരിച്ചത്. അവിടെ സജിലാൽ മത്സരിച്ചത് 39.2% വോട്ടാണ് കിട്ടിയത്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടും നന്നായിട്ട് വോട്ട് കുറയാനാണ് സാധ്യത അവിടെ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, രമേശ് കഴിഞ്ഞ തവണ ഇപ്പോൾ ജ്യോതിഷ് ഘോഷ് പറഞ്ഞുവല്ലോ 48%-ലധികം വോട്ട് മേടിച്ചു. അത് കുറയാനായിട്ട് രമേശ് ചെന്നിത്തലയോട് ആൾക്കാർക്ക് അങ്ങനെ ഒരു ദേഷ്യമുണ്ട് എന്ന് തോന്നണമെന്നില്ല. ഇല്ലില്ല, രമേശിനോട് അങ്ങനെയുള്ള ദേഷ്യം ഒന്നും വെച്ച് പുലർത്തുന്ന ഒരു മാത്രമല്ല, രമേശ് അങ്ങനെയുള്ള ഒരു വളരെ ഒരു സൗമ്യനായ കാൻഡിഡേറ്റും കൂടെയാണല്ലോ. ഇപ്പൊ കോൺഗ്രസ്സിൽ ഉള്ളതിൽ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു CM കാൻഡിഡേറ്റ് ഇപ്പം നിലവിൽ 3 പേരാണല്ലോ CM കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ളത്. ഒന്ന് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ. ഈ പ്രാവശ്യത്തെ ഒരു CM UDF ജയിക്കുകയാണെങ്കിൽ ഒരു CM കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കപ്പെടേണ്ട അർഹനായ വ്യക്തി ഒരു സംശയം വേണ്ട VD സതീശനാണ്. കാരണം അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ഈ മുന്നണി നയിച്ചു. ഈ അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ കെ കരുണാകരനും AK ആൻ്റണിയും ഒക്കെ തുടങ്ങി വെച്ച ചില മോശം പ്രവണതകളുണ്ടായിരുന്നു. ആ പ്രവണതകൾക്കൊക്കെ ഒരു അന്ത്യമിട്ടിട്ട് ഒരു ടീം UDF ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒരു ടീം UDF എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തിരഞ്ഞെടുപ്പിൽ വളരെ പണ്ടുണ്ടായിരുന്ന ഒരുപാട് അപശകുനങ്ങളും അതല്ലെങ്കിൽ
അപശബ്ദങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി എന്ന സമയത്തൊക്കെ ഉണ്ടാകുമായിരുന്നു. ഓക്കെ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ സമയത്തുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നന്നായിട്ട് നയിച്ചു. പിന്നെ അദ്ദേഹത്തിന് ചില നിലപാടുകളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ചില നിലപാടുകളിൽ ഇത്തരത്തിൽ വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു CM കാൻഡിഡേറ്റായിട്ട് എന്തുകൊണ്ട് യോഗ്യൻ, ഒരു സംശയം വേണ്ട, അത് VD സതീശനാണ്. അതിനി അവരുടെ പക്ഷെ ഇതിനകത്ത് സീനിയോറിറ്റി ഒന്നും അല്ലല്ലോ നോക്കേണ്ടത്. സീനിയോറിറ്റി നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഉള്ളത് തിരുവല്ല. ഞാൻ വളരെ ഇത് ശ്രദ്ധിക്കാൻ കാരണം തിരുവല്ലയിൽ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല, അവിടുത്തെ BJP കാൻഡിഡേറ്റിനെ അങ്ങ് വാനോളം പുകഴ്ത്തി. നമ്മൾ തന്നെ ഈ കേട്ട പലരും ഞെട്ടിപ്പോയി. എത്രമാത്രം സ്വാധീനവും ഇത്രമാത്രം പ്രാധാന്യവുമുള്ള വ്യക്തിയാണോ അനൂപ് ആന്റണി എന്ന്. അദ്ദേഹമല്ലേ അവരുടെ BJP കാൻഡിഡേറ്റ് അവിടുത്തെ. എന്താ ജ്യോതിർഗോഷ്? അല്ല, നമ്മളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പ്രധാനമന്ത്രി പുകഴ്ത്തുന്നതിനേക്കാൾ ഉപരി നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയിൽ ഒരു ആരാധനാഭാവമാണ് കണ്ടത്. അല്ലേ? ഞാൻ നിങ്ങൾക്ക് തരികയാണ്, എനിക്ക് തരാൻ നിവൃത്തിയില്ല, പക്ഷെ എങ്കിലും ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. അത് ഒരു ചെറിയ സംഗതിയല്ല, പക്ഷെ അത് വളരെയധികം ഇമ്പാക്റ്റ് തിരുവല്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ക്രൈസ്തവര് പക്ഷേ BJPക്ക് വോട്ട് ചെയ്യുമോ ക്രൈസ്തവർ? പക്ഷേ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒന്നാമത്, ഇദ്ദേഹം മർത്തോമക്കാരനല്ല. അവിടെ മർത്തോമക്കാരുടെ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെ മാത്യു ടി ആണ് മർത്തോമ, ഒരു പുരോഹിതൻ്റെ മകനാണ്. മാത്യു ടി എല്ലാവർക്കും അറിയാം. മാത്യു ടി അങ്ങനെ അഴിമതിയുടെ വലിയ ഭാണ്ഡമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഇപ്പം നിലവിൽ മത്സരിക്കുന്നത് മാത്യു ടി തോമസ്, അതുപോലെ തന്നെ UDFൻ്റെ കേരള കോൺഗ്രസിൻ്റെ വർഗീസ് മാമൻ, പിന്നെ അനൂപ് ആന്റണി. അപ്പോൾ അനൂപ് ആന്റണി കഴിഞ്ഞ പ്രാവശ്യം അവിടെ തിരുവല്ലയിൽ BJPക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് വളരെ 10.25% വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ മാത്യു ടി അവിടെ 44.56% വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുകോശി പോൾ UDFൻ്റെ 36.37% വോട്ട് വാങ്ങി. അപ്പോൾ ഈ 10% നിന്ന് ഈ 44% കവച്ചു വെച്ചെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ BJP അനൂപ് ആന്റണി, പക്ഷേ അവിടെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിന് ശേഷം അനൂപ് ആന്റണി ഒരു പ്രത്യേക പരിവേഷത്തിലെ ആൾക്കാർ സംസാരിച്ചു തുടങ്ങി എന്നുള്ളത് നമുക്ക് അവിടെ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ അറിയാം. ഈ പ്രധാനമന്ത്രിയുടെ വരവ് ഈ ഹിന്ദു സമുദായത്തിനെയും ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ട് നന്നായിട്ട് അനൂപ് ആന്റണിക്ക് കിട്ടാൻ വഴിയുണ്ട്. അതോടൊപ്പം തന്നെ ചില ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പോലും ഒരു പക്ഷേ ഇനി അനൂപ് ആന്റണി എങ്ങനെയാണ് അവിടുത്തെ ഈ പുരോഹിതന്മാരെയും പള്ളിക്കാരെയൊക്കെ ഡീൽ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഈ സിംഗിൾ പോയിന്റ് കോണ്ടാക്റ്റ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കാണുന്ന ഒരു ആവശ്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അനൂപ് ആന്റണിയെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു അവസ്ഥ പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഈ മർത്തോമ ചർച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുരോഹിതന്മാരൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ അതൊരു വിദൂര സാധ്യതയാണ് ഈ അനൂപ് ആന്റണി ജയിച്ചു കയറുക എന്നുള്ളത്. പക്ഷെ മാത്യു ടി അവിടെ ജയിച്ചു വരാനാണ് സാധ്യതയെല്ലാം കാണുന്നത്. കേരളത്തിലെ ഒരു ഗ്ലാമറസ് മണ്ഡലമാണ് ആറന്മുള. ഒറ്റയാളുടെ സാന്നിധ്യം കൊണ്ട് ആറന്മുള എന്ന മണ്ഡലത്തിൻ്റെ മനോഹാരിത വർദ്ധിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ സുന്ദരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജായിട്ട് മാറുമോ അതോ വീണ ജോർജായിട്ട് മാറുമോ എന്നുള്ളതാണ് സംശയം. അത് വീണ ജോർജ് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിക്കുന്നത്. 46.3% വോട്ടുകൾ നേടി. മറിച്ച് അന്ന് ശിവദാസൻ നായർ കോൺഗ്രസിലെ അന്ന് വളരെ ശക്തനായി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആളാണ്. പാവത്തിന് അവിടെ നിയമസഭയിൽ വെച്ച് കടിയൊക്കെ കിട്ടിയതാണ്. ഓർമ്മയില്ലേ? ബജറ്റ് അതെ. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഒരു 34.56% വോട്ടാണ് കിട്ടിയത്. അതേപോലെ അന്ന് ബിജു മാത്യു അന്ന് BJPയിൽ പരീക്ഷ നടത്തി നോക്കിയതാണ്. കാര്യം അവിടെ ഈ ഓർത്തഡോക്സ് ഈ സഭയുടെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് അവിടെ കൂടുതൽ, അവരുടെ അംഗങ്ങളാണ് കൂടുതലുള്ളത്. അവിടെയാണ് ക്രിസ്ത്യൻസും അതേപോലെ തന്നെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയും ആൾമോസ്റ്റ് ഈക്വലാണ്. കുറച്ച് കൂടുതൽ ഹിന്ദു കമ്മ്യൂണിറ്റിയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ UDFന് ഈ രണ്ട് മുന്നണിയിലേക്കും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് പോവുകയും അങ്ങനെയാണ് ഈ
ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള നേരിട്ട് ഫൈറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ഏറ്റവും ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. വീണ ജോർജ്, അബിൻ വർക്കി, കുമ്മനം രാജശേഖരൻ. അപ്പോൾ കുമ്മനം രാജശേഖരൻ ആ മണ്ഡലത്തിൽ വളരെയധികം പരിചിതനാണ്. അവിടെ ഒട്ടേറെ വിഷയങ്ങളിൽ ഈ കുമ്മനം രാജശേഖരൻ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്മനം ആറന്മുളയുടെ ഒരു സാന്നിധ്യമാണ്. അപ്പോൾ അവിടെ BJPക്ക് കുമ്മനത്തിനെ പോലെ ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ ആറന്മുളയിൽ ഇടാനില്ല. അപ്പോൾ അവിടെ ഒരു ഈ പറഞ്ഞതുപോലെ അബിൻ വർക്കി, ഇപ്പം വീണ ജോർജിൻ്റെ മറ്റേ പെടലി, അത് അവർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടല്ലോ, വധശ്രമം ഉണ്ടായല്ലോ. അതെനിക്ക് തോന്നുന്നു വീണയ്ക്ക് ഭയങ്കരമായിട്ട് അവിടെ ഒരു നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ജ്യോതിർഘോഷ്, വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ. ഈ കേരളത്തിലെ ആരോഗ്യ പരിപാലന മേഖല, ആരോഗ്യ രംഗം, അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വളരെയധികം താഴത്തേക്ക് പോയിട്ടുണ്ടെന്ന പൊതുവൊരു അഭിപ്രായമുണ്ട്. എനിക്കറിയാൻ പാടില്ല, ഞാൻ പേപ്പറിൽ നോക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, വളരെയധികം ആശങ്കാജനകമായ വാർത്തകളാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, ഗവൺമെൻറ് ആശുപത്രികളിൽ നിന്നൊക്കെ വരുന്നത്. അത് വീണയുടെ സാധ്യതയെ ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ വീണയുടെ ഭരണപരമായ ഒരു ശേഷിക്കുറവ് നമുക്ക് കാണേണ്ടി വരും. അത് നമ്മളത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല. അവർക്ക് എങ്ങനെയാണ് ഒരു സംഗതി, ഇത് ഭരണം എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു രീതികളുണ്ടല്ലോ. ഇപ്പോൾ എങ്ങനെയാണ് സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നത്, സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, ആ സിസ്റ്റം പെർഫെക്റ്റ് ആക്കി നിലനിർത്തുക, അതിനെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് ഒരു ഭരണകർത്താവിൻ്റെ ഉദ്ദേശം. ഒരു ദൗത്യം, പ്രാഥമികമായ ദൗത്യം സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി ആ സിസ്റ്റത്തിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം ആ സിസ്റ്റത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക. ഇത് മാത്രമേ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ വീണ ജോർജ് ചെയ്യാൻ ബാധ്യസ്ഥയായിട്ടുള്ളൂ. പക്ഷേ ഈ സിസ്റ്റത്തിന് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലോ അതിൻ്റെ പാളിച്ചകൾ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലോ അതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ രീതിയിലോ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭരണം വീണയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വീണയുടെ പരാജയം. ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഒരു അപ്രധാന വകുപ്പ് കൊടുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ മെച്ചമാണ്. ടൂറിസത്തിനൊക്കെ അവർ നല്ലൊരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു, നല്ല ചെയ്യാമായിരുന്നു. അതെ, ഞാൻ ശരിക്കും അവർ ഈ TV-യിൽ അവർ പ്രസംഗിക്കണേനൊക്കെ അതൊക്കെ കാണാതിരിക്കണം. കണ്ടാലും ഒരു ഐശ്വര്യമുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ഒരു ടൂറിസം ബ്രാൻഡ് അംബാസിഡർ ആവാനുള്ള സൗന്ദര്യവും ആ നോട്ടോ ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി ആൾക്കാരൊക്കെ വീണു പോകും അല്ലേ. ഇങ്ങനെ പറയുന്നത് ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് യോജിക്കുമെന്ന് അറിയില്ല. പക്ഷേ അത് വീണയ്ക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ ഒരു മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് മാധ്യമപ്രവർത്തകയുടെ സ്വഭാവം പ്രകടമാക്കി. വീണയ്ക്ക് പറ്റിയ അപകടം അവിടെയാണ്. എല്ലാത്തിനെയും ഡിഫെൻഡ് ചെയ്യുക, എല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുക, അഗ്രസീവ്നെസ്. ഇപ്പം മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഗ്രസീവ്നെസ് ആണല്ലോ. മാധ്യമപ്രവർത്തനം അറിയാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകർ. അതെ അതെ. അപ്പോൾ ആ മെഷനറി മൂഡിലേക്ക് വരാൻ കാരണം എന്താണ്? മാധ്യമപ്രവർത്തനം അറിയാൻ വയ്യതിന്റെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നല്ലൊരു മാധ്യമപ്രവർത്തനം അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ പോലും, സ്വാഭാവികമായിട്ടൊരു മാധ്യമപ്രവർത്തനം അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുമ്പം എന്താണ് ആ വിഷയം, ആ വിഷയത്തിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കുന്നു. അത് ഈസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട് ഓക്കെ, ഇഫ് നോട്ട് ഓക്കെ എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അത് ശരിക്കും ഒരു മാധ്യമപ്രവർത്തനം അറിയാവുന്ന വ്യക്തിക്ക് വളരെ അനായാസമായിട്ട് ഭരണം കൊണ്ടുപോകാവുന്നതാണ്. പക്ഷേ ഇവിടെ വീണയ്ക്ക് അതിനും കഴിയാതെ പോയതിൻ്റെ കാരണം ഈ പൊതുമാധ്യമ പ്രവർത്തനത്തിൻ്റെ അഗ്രസീവ് റട്ടിൽ വീണു പോയതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. 5 വർഷം കൊണ്ട് അവർക്ക് ഇത് ചെയ്യാമായിരുന്നു, ഒന്ന് പഠിച്ചെടുക്കാമെന്ന് ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കിട്ടി. അത് ശൈലജ ടീച്ചറിനുണ്ടായ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അവർക്കൊരു സ്റ്റുഡിയസ് മൈൻഡ് ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർക്ക്. ശൈലജ ഒരു പക്വതയുള്ള മാത്രമല്ല, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അവതരിപ്പിക്കും. അതായിരുന്നു അവരുടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ക്വാളിറ്റി. പിന്നെ മാത്രമല്ല, അവർ ആൾക്കാരായിട്ടുള്ള അത് പരിചയത്തിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ്. രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ കണ്ടു പരിചയത്തിൻ്റെ ഒരു പ്രശ്നം വീണയ്ക്ക് ആ ഒരു പരിചയം കുറവാണല്ലോ. ശൈലജ ടീച്ചറുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വലിയ ഘടകമാണല്ലോ. തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ മാത്രമല്ല, ജനങ്ങളുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴത്തേക്ക് ഏത് വ്യക്തിയാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിങ്ങനെ ഈ എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ട് മാറുന്നത്. അത് ശൈലജ ടീച്ചർക്കൊക്കെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള കൂട്ടത്തിലുമാണ്. അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ അവിടെ അബിൻ വർക്കി
ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഈ കമ്മ്യൂണൽ ഇക്വേഷൻ കൊണ്ടായിരിക്കണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പരിഗണിക്കാതെ പോയത്. ശരിക്കും പറഞ്ഞാൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെയും ഇവർ രണ്ടും ഒരു സഭക്കാരാണ്. മനസ്സിലായി. അപ്പോൾ ഈ സഭാ വോട്ടുകളും സ്പ്ലിറ്റ് ചെയ്യും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ അബിൻ വർക്കി ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും. അത് ചിലപ്പോൾ വീണയെ 3-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല. ചിലപ്പോഴാണ്, സാധ്യതയില്ലാതില്ല. മനസ്സിലല്ലേ? അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ നന്നായിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുമ്മനത്തിൻ്റെയും സാധ്യത നമ്മൾ ചിലപ്പോൾ അതൊക്കെ അത്ഭുതങ്ങളാണ് കേട്ടോ. അത്ഭുതങ്ങളുടെ ഒരു പട്ടികയിലാണ് കുമ്മനത്തിനൊരു പക്ഷേ ജയിച്ചു വരാൻ സാധ്യത, വീണ 3-ാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യത. അതല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യം നോക്കണേ അബിൻ വർക്കി ചിലപ്പോൾ അവിടെ ജയിച്ചു വന്നേക്കും. അതാണ് ആറന്മുളയിൽ നമ്മൾ കാണുന്നത്. പിന്നെ മധ്യ കേരളത്തിൽ നിന്ന് തന്നെയുള്ള 2 മണ്ഡലങ്ങളാണ് പാല, പൂഞ്ഞാർ, പിന്നെ വേറെ ഉടുമ്പൻചോല. അപ്പോൾ പാലായും പൂഞ്ഞാറും എന്ന് വെച്ചാൽ അച്ഛനും മോനുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ പാലായിൽ അതിശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ദയനീയമായ ഒരു പിക്ചർ നമ്മൾ കാണുന്നത് ജോസ് കെ മാണിയുടെയാണ്. കാരണം ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം മാണി സി കാപ്പൻ അവിടെ 50.43% വോട്ടാണ് കെ എം മാണിയുടെ മകനായിട്ടുള്ള പാലാക്കാരനായ ജോസ് കെ മാണി അവിടെ കഴിഞ്ഞ പ്രാവശ്യം കെ എം മാണിയുടെ മരണശേഷം നിലനിൽക്കുന്ന തിരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കണം. ആ തെരഞ്ഞെടുപ്പിൽ 50.43% വോട്ട് നേടിയിട്ടാണ് അവിടെ മാണി സി കാപ്പൻ ജയിക്കുന്നത്. അന്ന് ജോസ് കെ മാണിക്ക് കിട്ടിയിരിക്കുന്നത് 39.32% വോട്ടാണ്. ഒരു സിമ്പതി വേവ് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ നമ്മൾ കാണേണ്ടത് ജോസ് കെ മാണിയോട് ജോസ് കെ മാണിയുടെ ഒരു നെഗറ്റീവ് അപ്രോച്ച് പാലക്കാർ കാണിച്ചു എന്നുള്ളതാണ്. മാണി സി കാപ്പനോട് കാണിക്കുന്ന അനുകൂലത്തെക്കാൾ ഉപരി ജോസ് കെ മാണിയോടുള്ള ഒരു പ്രതിപത്തിയില്ലായ്മയാണ് ശരിക്കും ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ 2ാം തവണ ഇപ്പം കെ എം മാണി തന്നെ വിദൂര സ്മരണയായി മാറിയ സ്ഥിതിക്ക് ജോസ് കെ മാണിയുടെ ഒരു അത്ഭുത ഒരു രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഈ കഴിഞ്ഞ വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ലീഡർഷിപ്പ് കാണിക്കാനുള്ളൊരു പാഠവും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ആ കേരള കോൺഗ്രസിനകത്ത് റോഷി അഗസ്റ്റിൻ ഒരു നേതൃഭാവത്തേക്ക് പ്രായോഗികമായ തലത്തിലൊരു നേതൃ സ്വഭാവം കാണിക്കുന്ന രീതിയിലേക്ക് റോഷി അഗസ്റ്റിൻ ഉയർന്നു വരികയും ചെയ്തു. പൊതുവെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്ന റോഷിയാണ്. അതായത് പിന്നെ രാഷ്ട്രീയ പൈതൃകം റോഷി അഗസ്റ്റിന് ആണ് കെ എം മാണിയുടെ രാഷ്ട്രീയ പൈതൃകം ശരിക്ക് റോഷി അഗസ്റ്റിനാണെന്നുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അത്ര ഒരു അവസ്ഥയിൽ വീണ്ടും ജോസ് കെ മാണി അവിടെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് സാധ്യത കാണുന്നത്. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞ പിന്നെ നമ്മളുടെ ഷോൺ ജോർജിൻ്റെ അവിടെ BJPയുടെ അവിടെ വോട്ടെന്ന് പറയുന്നത് വളരെ കുറവാണ്. 7.8% വോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഷോൺ ജോർജ് ഉദ്ദേശിച്ചിരുന്നത് ഈ സഭയുടെയും മറ്റുമൊക്കെയുള്ള പിന്തുണയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് പ്രതീക്ഷയ്ക്കൊത്ത് അവിടെ കിട്ടിയിട്ടില്ല എന്ന് വേണം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അത് നേരം വിളിച്ച 4 മണിക്കല്ല ബിഷപ്പ് അയാൾ എഴുന്നേറ്റിട്ട് നൺസിനെയൊക്കെ വിളിച്ച് പഞ്ചാര അടിച്ച് മൂപ്പര് വോട്ട് ചെയ്യണം, നീ മറ്റേ ഇവന് വോട്ട് ചെയ്യണം കേട്ടോ, BJPക്ക് വോട്ട് ചെയ്യും. അതൊക്കെ ഭയങ്കര ബോറല്ല. അത് നാട്ടുകാർ അത് ആരോ പറഞ്ഞു കൊടുത്തു ജോർജിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം അവിടെ പാലായിൽ വീണ്ടും മാണി സി കാപ്പൻ തിരിച്ചു വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ പാലായിൽ കാണുന്നത്. പിന്നെ പൂഞ്ഞാറിലാണെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കിലും പിന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ UDFൻ്റെ, അതുപോലെ പിന്നെ PC ജോർജ്, ഒരു 3 പേരുമാണ് മത്സരരംഗത്തുള്ളത്. അവിടെയും എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇപ്രാവശ്യം കയറി വരാനാണ് സാധ്യത. കാര്യം PC ജോർജിന്, കാരണം അവിടെ BJPയുടെ അല്ലെ BDJSൻ്റെ ഒരു പഴയ കാൻഡിഡേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായ വോട്ടൊന്നും BDJSന് അവിടെ ഉള്ള ഒരു BDJSന് അവിടെ അധികം ശക്തി സ്വാധീനമില്ല. പക്ഷെ BJPക്ക് കണ്ട് 10-20,000 വോട്ട് അവിടെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഒരു പക്ഷേ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ PC ജോർജിന് PC ജോർജ് ഇപ്പോൾ ഈ പണ്ടുണ്ടായിരുന്ന ഒരു സ്വാധീനം ഇപ്പോഴവിടെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്.
കാര്യം പി സി ജോർജ് ഈ പറഞ്ഞ പോലെ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ സ്ഥിരതയില്ലായ്മയും മറ്റു കാര്യങ്ങളും വായിൽ വരുന്നൊക്കെ വിളിച്ച് പറയുന്നൊരു സ്വഭാവം പി സി ജോർജിനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ പുറകിലായിരുന്നു. മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനത്ത് ഒരു മുസ്ലിം കൺസോളിഡേഷൻ ജോർജിനെതിരായിട്ട് വന്നു. ലവ് ജിഹാദിന് അതിപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് അതിൽ അദ്ദേഹം വിട്ടുവീഴ്ച ഒട്ടും ചെയ്തിട്ടില്ല. ഉള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ലവ് ജിഹാദ് മാത്രമല്ല, നാർക്കോട്ടിക്സ് ജിഹാദും ഉണ്ടെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ അതുകൊണ്ട് മുസ്ലിം വോട്ട് ഒട്ടും തന്നെ പി സി ജോർജിന്റെ പെട്ടിയിൽ വീണ്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം അതിനിടയ്ക്ക് ക്ലാരിഫിക്കേഷനും കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ മുസ്ലിംസിനെതിരായിട്ടല്ല പറഞ്ഞത്, ടെററിസ്റ്റുകൾക്ക്, എക്സ്ട്രീമിസ്റ്റുകൾക്ക് എതിരായിട്ടാണ് പറഞ്ഞതെന്ന് അദ്ദേഹം അത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ ഈ കേരളത്തിലെ പൊതു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും. ഒരാൾ ഇന്നാൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്നുള്ള സാധനം. പക്ഷെ അവിടെ വേറൊരു സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നേരിടുന്ന ഒരു ചെറിയൊരു പ്രശ്നം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ടുകൾ ഇപ്രാവശ്യം കൂടുതൽ പോകാൻ സാധ്യത UDF-ൻ്റെ കാൻഡിഡേറ്റിന് പോകാനുള്ളൊരു സാധ്യത വരും. ആ സാധ്യത വരുമ്പോഴാണ് ഈ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ വോട്ടിനകത്ത് കുറവ് വരികയും, കാരണം ഒരു കാരണവശാലും പി സി ജോർജിന് വോട്ട് ചെയ്യാത്ത വ്യക്തികൾ പോയി ഈ UDF കാൻഡിഡേറ്റിന് മിക്കവാറും വോട്ട് ചെയ്യും. കാരണം മുസ്ലിം കൺസൾട്ടേഷന് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ സാധ്യത പി സി ജോർജിനുണ്ടാകാം എന്നുള്ളതാണ്. പി സി ജോർജിന് കണക്കൂട്ടുന്നത് തന്നെയാണ്. അതല്ലെങ്കിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെയായിരിക്കാം. പക്ഷേ ഈ ഒരു സാധ്യത അവിടെയുണ്ട്. കാര്യം മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ വോട്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കംപ്ലീറ്റ് സെബാസ്റ്റ്യന് കുളത്തുങ്കലിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് LDF-ന്. ഇപ്രാവശ്യം അത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ BJP-യും BDJS-ഉം പിന്നെ പി സി ജോർജിൻ്റെ സ്വന്തം നിലയിലുള്ള വോട്ടും എല്ലാം ചേർത്ത് വേണമെങ്കിൽ അതെന്ന് വെച്ചാൽ സാധ്യത കുറവാണ്, പക്ഷെ വേണമെങ്കിൽ സംഭവിക്കാം, ഇത്രയേ ഉള്ളൂ. ഉടുമ്പൻചോലയിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം M മണിയുടെ മണ്ഡലമാണ്. അപ്പോൾ M മണിയുടെ ഭൂരിപക്ഷം വോട്ടറിന്റെ പെർസെൻറ്റേജ് 61.80%. അത് പാർട്ടി എന്നുള്ളതിനൊക്കെ ഉപരി മണിക്ക് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകളാണ്. അവിടുത്തെ ഈ മണിയാശാൻ വോട്ടം എന്ന് പറയുന്ന സംഗതിയാണത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അഗസ്തിയായിരുന്നു മത്സരി, AM അഗസ്തിയായിരുന്നു. അദ്ദേഹത്തിന് 31 പകുതി വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ സന്തോഷ് മാധവ് എന്ന് പറയുന്നൊരു BDJS കാൻഡിഡേറ്റ്, അദ്ദേഹത്തിന് 5.76%. അപ്പോൾ ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് പിന്നെ KK ജയേന്ദ്രൻ, CPM ശക്തനായ CPM നേതാവാണ്. M മണി റീപ്ലേസ് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ ഈ കുറച്ചാൾ മുമ്പ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉടുമ്പൻചോലയിൽ കാണുന്നത്. അവിടെ സേനാപതി വേണു കോൺഗ്രസിൻ്റെ സാധ്യത നമുക്ക് വളരെ വിരളമാണ്. അതേപോലെ തന്നെ അവിടെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് BDJS-ന്റെ മത്സരിച്ചത്. അതുകൊണ്ട് കാര്യമായ ഒരു മാറ്റം ഉണ്ടാകുമല്ല. KK ജയേന്ദ്രൻ മിക്കവാറും അസംബ്ലിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ആ മണ്ഡലത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം അങ്ങനെ കേരളത്തിലെ ദക്ഷിണ കേരളവും പിന്നെ മധ്യ കേരളവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പോലെ ജനശ്രദ്ധ ഇതെല്ലാം തന്നെ നിർണായകമായ നിയമസഭാ മണ്ഡലങ്ങളാണ്. നിർണായകമാണ്. ഷുവർ സീറ്റുകൾ നോക്കൂ, രമേശ് ചെന്നിത്തല വേണമെങ്കിൽ പറയാം, ഉടുമ്പൻചോല പറയാം. അല്ലാതെ നമുക്ക് വേറെ ഈ ഡിസ്കസ് ചെയ്തതിനകത്തൊന്നും ഒരു ഷുവർ സീറ്റുകൾ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല, പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.